ഹായ്. അപ്പോൾ ടുഡേ നൈറ്റ് നമുക്ക് പുട്ടാക്കിയാലോ. പുട്ടാക്കാനായിട്ട് ഞാനിവിടെ വാങ്ങിക്കുന്നത് അജ്മിയുടെ പുട്ടുപൊടിയാണ് കേട്ടോ. അജ്മിയുടെ പുട്ടുപൊടി സൂപ്പർ കേട്ടോ പുട്ടുണ്ടാക്കാൻ. അന്നേരം അജ്മിയുടെ പുട്ടുപൊടി ഒരു ഗ്ലാസ് പുട്ടുപൊടി ഒരു ഗ്ലാസ് വെള്ളം അങ്ങനെയാണ് കേട്ടോ അതിൻ്റെ കണക്ക്. ഞാനിത് കട്ട് ചെയ്തെടുക്കാം. ഒരു ഗ്ലാസ് എടുക്കുക, ഒരു ഗ്ലാസ് പുട്ടുപൊടി എടുക്കുക, ഒരു ഗ്ലാസ് പുട്ടുപൊടി എടുക്കുക, ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു ഗ്ലാസ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിനകത്ത് ചേർക്കുന്ന ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ് കേട്ടോ. തേങ്ങാപ്പൊടി ഇതിലേക്ക് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. തേങ്ങ പീര കിട്ടാറില്ല, കിട്ടും കുറച്ചിത്തിരി ദൂരം പോകണം. അതുകൊണ്ട് ഞാൻ പൊടി വാങ്ങിച്ച് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. മിക്സ് ചെയ്തെടുക്കാം. വെയിറ്റ് നമുക്കിങ്ങനെ മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. നല്ല പരുവത്തിൽ. ഇതിപ്പോൾ ഞാൻ കുറച്ച് തോനെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എല്ലാവർക്കും പുട്ടുമല്ലോ. ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങനെ കുഴച്ച് വെക്കാം. ഒരു 10 മിനിറ്റ് വെച്ചേക്കാം. നമ്മുടെ പുട്ടുപൊടി സെറ്റായിട്ട് കിട്ടും. നമ്മുടെ ചിരട്ടപ്പുട്ട് ഉണ്ടാക്കുന്ന സാധനമാണ് കേട്ടോ. ചിരട്ടപ്പുട്ടിൻ്റെ കുറ്റി. ഇത് തേങ്ങ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ പുട്ടുപൊടി ഉണ്ടല്ലോ, പുട്ടുപൊടി ഇങ്ങനെ ഇട്ട് അടിപൊളി പുട്ടുപൊടി ഉണ്ടാകും. അങ്ങനെ പുട്ടുപൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ചിരട്ടപ്പുട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇങ്ങനെ അങ്ങോട്ട് ഇട്ടതിന് ശേഷം ഇങ്ങനെ ആക്കിയിട്ട് കൊടുക്കണം. അടിപൊളി ചിരട്ടപ്പുട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇത് ആവിക്കകത്ത് വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ. പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുട്ട് തട്ടാം. പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ കൂടെ പഴവും പഞ്ചസാരയും കൂട്ടി കഴിക്കാം. കറിയില്ല കേട്ടോ. ഇനി പഴവും പഞ്ചസാരയും കൂട്ടി കഴിച്ചാൽ മതി എല്ലാവരും. അപ്പൊ എൻ്റെ വീഡിയോ ഇത്രയുള്ള ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. ബൈ.